അപ്പൊ മൻസൂർക്ക വളരെ നോർമലായിട്ട് ഇവനോട് ഇങ്ങനെ ചോദിക്കുന്നത്. അതായത് മൻസൂർക്കാക്ക് പോലും മനസ്സിലാകുന്നില്ല ചോദിക്കുന്നതിന്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഉറങ്ങുമായിരിക്കും അല്ല. അതായത് ഇയാള് മൻസൂർക്ക നോർമലി ചോദിച്ചതാ. നമുക്ക് വേണമെങ്കിൽ ചീതി വന്നിട്ട്, കാരണം ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാ, ഇവന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ അറിയില്ല, മനസ്സിലാ. കോമാളിത്തരം കാണിക്കാന്നല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഇവനൊന്നും അറിയില്ല. ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി ഞാൻ എങ്ങനെ എന്റെ കാര്യങ്ങൾ നടത്തുവാണ്. നീ വെറുതെ ബാക്കിയല്ല തമാശ. ഇത് ഞാൻ ഡെഡ് സീരിയസ് ബ്രോ. ഞാൻ തമാശ കളിയുന്നല്ല, ഡെഡ് സീരിയസ്. നോക്കട്ടെ ആന്ന് ശരിക്കും ആന്ന് ഞാനെ കൊണ്ടുപോകണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. പഠിക്കാം, ഡാൻസ് അങ്ങനെ പഠിക്കാം. തൊപ്പി 1 തൊപ്പി 2 അഖിൽ 3 മുനു 4 റാംബോ 5 ഷമീർ. ഇതന്നെയാണല്ലോ കൂടുതലും വരുന്ന ഒപ്പീനിയൻ. 4 ഉള്ളൂ. നോ മമ്മൂ എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് ഫ്ലൈറ്റിന് പൈസ കൊടുത്താൽ അതൊന്നും നടത്താതെ ഇത് ഫ്ലൈറ്റിന്റെയോ പൈസ കൊടുക്കുന്നതിന്റെയോ വിഷയമല്ല. ഇതെന്ന് പറഞ്ഞാൽ ആടെ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് പ്രൈവറ്റ് ആയിട്ട് കുറച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. 10-15 ആൾക്കാരും കൊണ്ട് അങ്ങോട്ട് പോരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം പോയിട്ട് പ്രൈവറ്റ് കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടി പോയാൽ ശരിയാവില്ല. ഇനിയിപ്പോ നീ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേയും ഫുഡ് നോക്കാന്ന് പറഞ്ഞാൽ നിന്നെ കൂട്ടാൻ പറ്റൂല, മനസ്സിലാവും. കാരണം നിന്നെ ഒരാൾ പോലും പറയുന്നില്ല. ജാസിന്ന് ഒരാളെങ്കിലും പറഞ്ഞാൽ നമുക്ക് കൺസിഡർ എങ്കിലും ചെയ്യാം. മമ്മൂനെ വരെ പറഞ്ഞു. മുനു, മമ്മു, ഷമീർ, ആദിലിന്റെ കാര്യം എന്താ സംഭവം അറിയോ? ആദിലെ പാസ്പോർട്ട് ആയിട്ടില്ല, അതാണ് പ്രശ്നം. ആദിൽ ട്രൈ ചെയ്ത് അതിന്റെ പാസ്പോർട്ട് ആകാൻ കുറച്ച് ടൈം എടുക്കില്ല. അതില് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ആഗ്രഹം. അതിലെ കൊണ്ടുപോയി എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാര്യം അല്ല, മമ്മൂന് പാസ്പോർട്ട് ഇല്ലല്ലോ. റേഷൻ കാർഡ് എടുത്തിട്ട് പോവാന്ന് അന്ന് ഞാൻ പറഞ്ഞു. പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോ ബാക്കി എല്ലാരും ചെയ്യുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞു ചെയ്യാൻ. നീ എന്താ ചെയ്തത്? പേപ്പർ എടുത്തിട്ട് നീ കൊടുത്തിട്ട് എന്താ ചെയ്തത്? പിന്നെ തിരിഞ്ഞു നോക്കിയാ? പോയിട്ടില്ലേ? ഇതുവരെ പോയിട്ടില്ല. 2:30 പോവാൻ പറഞ്ഞു. ഉച്ചക്ക് ബിരിയാണി വെച്ചിട്ട് കടന്നുറങ്ങി. ദമ്മാക്കിട്ട് കടന്ന് ഭയം പൊയ്യില്ല. പൊയ്യാനൊരു കുറച്ചുണ്ടാവും. ഇവന് നാളെ ചെയ്യാൻ ഇത് പാസ്പോർട്ടാണ്. ഇത് പാസ്പോർട്ടാണ്. ഇവനെന്താ പറയുന്നത്? നാളെ ചെയ്യാൻ വേണ്ടി. അപ്പൊ പാസ്പോർട്ട് എത്ര ദിവസം എടുക്കും? ജാസിന്റെ പേരുകൾ വരുന്നോ? ജാസിന്റെ പേരുകൾ വരുന്നോ? ജാസി അഭിനയിച്ച് സത്യം അഭിനയിച്ചില്ല. ഞാൻ പ്ലെയിൻ കണ്ടിട്ടില്ല. മമ്മു കയറിയ ഫ്ലൈറ്റ് പൊങ്ങില്ല എന്ന് പറഞ്ഞ എമർജൻസി. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നു. ഇവൻ ചോദിക്കുന്നത് ഇത് പൊങ്ങുമ്പോ അടിവായിട്ട് എന്തോ വേനാവെന്ന് പറയുന്നത്. പൊങ്ങുമ്പോ വേനൊന്നും വരൂല. പാസ്പോർട്ട് 2 ഡേ കൊണ്ട് കിട്ടും. അല്ലടാ ഞാൻ അന്വേഷിച്ചു. പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന പരിപാടിയല്ല, മനസ്സിലാകുമ്പോ ഒരു സുഖം. 2 ഡേയ്സ് കൊണ്ട് എന്തായാലും കിട്ടൂല. അതിന് കുറച്ചൊരു സമയം എടുക്കും. നമുക്ക് എന്തായാലും നോക്കാം. ആദ്യം പോകുന്ന ആൾക്കാരെ ലിസ്റ്റ് ആട്ടെ, അതിന് കണക്കായിട്ട് പാസ്പോർട്ടിൽ സെറ്റാക്കാം. കാരണം ഇപ്പൊ പാസ്പോർട്ട് ഇല്ലാത്ത ആരൊക്കെയാ? ആദിലും മമ്മു. പിന്നെ ആയിരിക്കില്ല. കുര്യാക്കോസിന് പാസ്പോർട്ട് ഉണ്ടോ? കുര്യാക്കോസിന് കൂട്ടുന്നുണ്ടോ നമ്മള്? കുര്യാക്കോസിന്റെ കാര്യം എന്താ? കുര്യാക്കോസിന്റെ കാര്യം എന്താ? അവിടെ ഇല്ലടാ, 4 ആൾക്കാർക്ക് സ്ലോട്ട് ഉള്ളു. അങ്ങനെയാണെങ്കിൽ 5 ആക്കേണ്ടി വരും. എന്നിട്ട് ഒരാളെയും കൂടി ആഡ് ചെയ്യാൻ നോക്കണം. കുര്യാക്കോസിനെ കൊണ്ടുപോയാൽ അല്ല 5 ആക്കണോ? കാരണം എന്താ അറിയോ? കുര്യാക്കോസിനെ കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമം വിട്ട് പുറത്തു പോയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ഭയങ്കര അടിപൊളിയായിരിക്കും. വിചാരിച്ചാ കൊണ്ടുപോകാൻ പറ്റോ? നീ കുവൈത്ത് പോയിട്ടില്ലടാ. നീ സംസാരിക്കണം. പറ്റോ? സംസാരിക്കണം. ചാൻസ് ഉണ്ടോ അങ്ങനെ? ചാൻസ് നോക്കാം. നീ ഇതാക്കല്ല. നീ എന്താ ഇപ്പൊ ഭയങ്കര ഹമ്പിള. നീ ഭയങ്കര താന്നല്ലോ. നീ ഇങ്ങനല്ലോ. ഷമീറിനോട് കുറച്ച് പരിസര ബോധം വേണമെന്ന് പറയാൻ പറയുന്നുണ്ട് ജോൺ കേറ. മുഹമ്മദ് ഷുഹൈബ്, താങ്ക് യു 20 rupees. റാഷിദ് റാംബോയും ഷമീറിനെയും വേണ്ട. ആരും വേണ്ടത് ഇപ്പൊ ഞാൻ വരാം. തൊപ്പി, ഷമീർ, റാംബോ, മുനു എഡിറ്റർ, കണ്ടന്റ് പ്ലസ് മെച്ചൂരിറ്റി. അതാണ്. പക്ഷെ ഷമീർ എന്ന് പറയുന്നിടത്ത് അവിടെ മെച്ചൂരിറ്റി വരുന്നു. മെച്ചൂരിറ്റി ഉണ്ട്.
കൊറേ മെച്ചൂരിറ്റി ഉണ്ട്. ഞാൻ ഇപ്പൊ കാണിക്കാത്ത നീ എന്തിനാ ഷർട്ട് വരിക? ഷേട്ടറിൽ അങ്ങ് പോട്ടെ. ഷേട്ട് നോക്കിട്ട് കുര്യനോ? കുര്യന്റെ പേരിലും വരുന്നുണ്ടല്ലോ ഓരോന്നായിട്ട്. പാസ്പോർട്ട് നിർബന്ധം ഇന്ത്യയിൽ പുറത്തുണ്ടെങ്കിൽ. പിന്നെ റേഷൻ കാർഡ് എടുത്തിട്ട് അല്ല വേറെന്തേലും വഴിയുണ്ടോ? വേറൊരു മാർഗമുണ്ട്. ഈ എമിഗ്രേഷനിൽ നിന്ന് ഒരു പേപ്പർ കിട്ടും. അത്യാവശ്യമാണ് നമ്മളെ പേര് വെച്ചിട്ട് അത്യാവശ്യമാണ് ഇന്നാൾക്ക് ദുബായി പോകണമെന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അത് അപ്ലൈ ചെയ്താൽ കിട്ടും. അത് വിളിച്ചു പറഞ്ഞാൽ മതി. അങ്ങനെ കിട്ടും. കിട്ടും. എമിഗ്രേഷൻ പേപ്പർ ഉണ്ട്. കിട്ടുന്നല്ലേ പേപ്പർ. എടാ അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ അത് വേണമെങ്കിൽ നോക്കാം. നീ കഴിച്ചാ എമിഗ്രേഷൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ പാസ്പോർട്ടിലാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എമിഗ്രേഷൻ പേപ്പർ ഒപ്പിക്കണം. റേഷൻ കാർഡ് ഉണ്ടോ? റേഷൻ കാർഡ് അതിന്റെ ഒരു കോപ്പി, SSLC സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി, 2 ഫോട്ടോ, ആധാർ കാർഡിന്റെ ഒരു കോപ്പി, ഇത്രയും സാധനങ്ങളുമായിട്ട് കൊടുത്താൽ മതി. വോട്ടർ ID ഒന്നും വേണ്ട. ഇത്രയും സാധനങ്ങളായിട്ട് കൊടുത്താൽ മതി, പോകാൻ പറ്റും. ഞാൻ പണ്ട് ഇങ്ങനെ ഒരിക്കൽ പോയിട്ടുണ്ട്. എമിഗ്രേഷൻ പേപ്പർ പാസ്പോർട്ടിലാണ് പോകണം. പക്ഷെ അത് നീ പെട്ടെന്ന് കിട്ടും. അതാണെങ്കിൽ 3 ദിവസത്തിനകത്ത് കിട്ടും. എമിഗ്രേഷനിൽ കൊടുത്തു കൊടുക്കാം. കുര്യാക്കോസിന്റെ കുഞ്ഞിപ്പണ്ട് സൂപ്പർ ചാറ്റ് ഇട്. എന്താ നോക്കട്ടെ. വീണ്ടും വന്നാ മുത്തേ കുര്യാക്കോസിനെ കൊണ്ടുപോവാ. മലയാളം റാപ്പ് കണ്ടതിൽ ബെസ്റ്റ് വീഡിയോ സോങ് ഇറക്കണം. ഇവരാണ് റാപ്പ് സോങ് ഇറക്കിയത് കുര്യാക്കോസിന്റെ. എന്റെ പേര് കുര്യാക്കോസ്, ഇന്ന് ഞാൻ കൊച്ചിക്ക് ബോസ്. എന്താണ് ഭയങ്കര താന്നു മുട്ടല് മുട്ടലിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാം. ബിയറിന്റെ സൈൻ ഇട. നീ കള്ളു കുടിക്കുന്ന സ്ക്രിപ്റ്റ് ഇട്ടോ, അതിൽ നെഗറ്റീവ് വന്ന് ആ കാരണം അല്ല അതൊരു ഇതല്ല. അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ഗൾഫ് പോകാൻ പറ്റുക. കള്ളു കുടിക്കുന്നതിൽ ഇവൻ സ്ക്രിപ്റ്റ് ഇട്ടിട്ട് എനിക്ക് കുറെ നെഗറ്റീവ് മെസ്സേജുകളും കമന്റുകളും വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് MRC കള്ളു കൂടിയമാർ കുട്ടികളെ ചെയ്തിട്ട് അങ്ങനത്തെ കുറെ സാധനം വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇവൻ കാരണം അല്ല അല്ല അതെ. അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ഇവൻ ദുബായിൽ വരണ്ട അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മമ്മൂനെ തന്നെ കൊണ്ടുപോവാം. ഇതെന്താ നീ കാണിക്കുന്നു? ഓവറാക്കൽ. ഇവൻ വന്ന ദിവസം അങ്ങനെ വിളിച്ചത്. ഇതെന്താ ഇവൻ വന്ന ഫസ്റ്റ് ദിവസല്ലേ? എന്റെ ആദ്യത്തെ ലൈവ് എടുത്ത് നോക്കിയാൽ മതി ചാറ്റ്. ആ ദിവസം മാത്രമേ ഇവൻ നിയാദിക്കാൻ തന്നെ വിളിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇവൻ ഈ വീട്ടിൽ നിന്ന് ഇതുവരെ നിയാദിക്കാൻ മമ്മോ. വരാൻ നല്ല ആഗ്രഹമുണ്ട് ദുബായിൽ. ദുബായില് അവന് ആഗ്രഹം. ഞാൻ പറഞ്ഞത് നമുക്ക് നീ ചെയ്ത എനിക്ക് പെട്ടെന്ന് പോവേണ്ടി വന്നു. അത്യാവശ്യമായിട്ട് പോകേണ്ടി. ഞാൻ അക്ഷയ പോയോണ്ട് നീ അക്ഷയയിലൊന്നും പോകണ്ട. റേഷൻ കാർഡ് കോപ്പി മതിയാ. ഇവിടെ എനിക്ക് നമുക്കൊന്നും എഫേർട്ട് ഇറങ്ങില്ല. നീ തന്നെ ചെയ്യണം. നീ ഇമിഗ്രേഷൻ പേപ്പർ കൊച്ചിയിൽ എവിടെ എമിഗ്രേഷൻ ഓഫീസർ ഓഫീസിൽ പോയിട്ട് പറഞ്ഞാൽ മതി. ഇമിഗ്രേഷൻ പേപ്പർ ഉണ്ടെങ്കിൽ പാസ്പോർട്ടിലാണ്. റേഷൻ കാർഡിന്റെ കോപ്പി, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ കോപ്പി, 2 ഫോട്ടോ കൊണ്ടുപോകണം. ഇപ്പൊ ഉള്ള മുഖത്ത് 2 ഫോട്ടോ. അതല്ലെങ്കിൽ പാസ്പോർട്ടിലാണ്ട് പോവാം. അവരൊരു പേപ്പർ പെട്ടെന്ന് അടിച്ചില്ല. അവര് ഇമിഗ്രേഷൻ പേപ്പർ അങ്ങനെ പറഞ്ഞാൽ അത് ഓർത്ത് വെച്ചാൽ മതി. എന്താ ഇമിഗ്രേഷൻ പേപ്പർ അത് കിട്ടുമെന്ന് ചോദിച്ചാൽ മതി. അത് നോക്കി കണ്ടുപിടിച്ചോ. ഇവിടെ എവിടെ ഉണ്ടെന്ന് അയക്കാറുണ്ടോ? പോയി ചെയ്പ്പോ. സൂപ്പർ ചേട്ടാ എന്താ നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് 1000 രൂപ സൂപ്പർ ചേട്ടാ. നമുക്ക് പോവാ. നമ്മള് പോകും. ഞാനും നീ ആര് ഇവരൊരു കാരണവശാലും കൊണ്ടുപോകരുത്. കാര്യം പറയാ. ജാക്ക് സൂപ്പർ ചേട്ടാ മമ്മോ പാസ്പോർട്ട് ചോദിച്ച ഉടനെ കിട്ടാൻ ഇത് മുട്ട പപ്സ് അല്ലാന്ന് പറയുന്നുണ്ട്. ചോദിച്ചോണ്ടേ കിട്ടൂല. 3 ദിവസം കൊണ്ട് കിട്ടും. പേപ്പർ ഒരു പേപ്പർ മാത്രം. എമിഗ്രേഷൻ പേപ്പർ അതിലിങ്ങനെ എഴുതും. നിന്റെ പേരെന്താ? അമീർ ഖാൻ ഡൊണേറ്റഡ് 179 റുപ്പീസ് സൂപ്പർ ചാറ്റ്. അമീർ ഖാനോ? ഫുഡ് ഓട്ടോ ചോക്ക 40 രൂപീസ് സൂപ്പർ ചാറ്റ്. ഫുഡല്ല ഞാൻ കഴിച്ചത്. നീ കുറെ ഓവറാക്കല്ലേ. അല്ലെങ്കിൽ ഒരു ഓംലേറ്റ് എടുക്കും. പണിയെടുക്കട്ടെ. ഇല്ലെങ്കിൽ ഇവിടെ തൂങ്ങാനും ഉറങ്ങാനും അല്ലാണ്ട് ഇവനൊന്നും അനങ്ങനില്ല. മേല് കുറച്ച് പണിയെടുക്കട്ടെ. ഒരു ഓംലേറ്റ് അല്ലെങ്കിൽ കുടിക്കാതെ എടുത്തിട്ടോ.